2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. ഇവിടെ നാം വായിച്ച വചനത്തിൽ നിന്ന് ആമേൻ കർത്താവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്ന പത്രോസ് അപ്പോസ്തലൻ സഭയ്ക്ക് ലേഖനങ്ങൾ എഴുതി അവരെ ഉറപ്പിക്കുമ്പോൾ ദൈവം കാക്കുവാൻ ശക്തനാണ്. നമ്മെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമ്മെ കാക്കുവാൻ ശക്തനായ ദൈവവും ദൈവ സാന്നിധ്യവും നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ തന്നെ പത്രോസ് അപ്പോസ്തലൻ വ്യത്യസ്തമായ ഒരാലോചന പറഞ്ഞ് സഭയെ പഠിപ്പിക്കുന്നത്, കർത്താവ് 2 പേരെ കാക്കുന്നുണ്ട്. ഒന്ന്, തൻ്റെ ഭക്തന്മാരെ കർത്താവ് കാക്കും. രണ്ടാമത്, കർത്താവ് വേറെ ഒരു കൂട്ടരെ കൂടെ കാക്കുന്നുണ്ട്. അവരാരാണെന്ന് ചോദിച്ചാൽ ആരെയാണ്? നീതികെട്ടവരെ, വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ പല വ്യക്തിത്വങ്ങളുമായി, പല ആത്മീകരും അനാത്മീകരുമായി ഒക്കെ ഇടപഴകുവാനും കൂടി ആമേൻ ഹല്ലേലൂയ അടുക്കുവാനും ഒക്കെ ആമേൻ ഈ ലോക ജീവിതത്തിൽ കാരണമായി തീർന്നിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് പലരെയും തിരിച്ചറിയേണ്ട വിധത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. എന്നാൽ ആമേൻ നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നാം ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പലരും ദൈവസന്നിധിയിൽ ആമേൻ നീതിയോടും ന്യായത്തോടും ജീവിക്കാഞ്ഞിട്ടും ദൈവജനത്തെ ഉപദ്രവിച്ചിട്ടും ആമേൻ ഇവർക്കൊന്നും ശിക്ഷാവിധി വരാതെ ഇവരെല്ലാം ആരോഗ്യത്തോടെ ബലത്തോടെ അല്ലെങ്കിൽ നീതിമാന്മാരെക്കാൾ അധികമായി ശക്തിയോടും പുഷ്ടിയോടും കൂടെ നിൽക്കുന്നുവല്ലോ. ദൈവം ഇവരെ ആരെയും കാണുന്നില്ലേ, ഇവരെ സന്ദർശിക്കുന്നില്ലേ എന്നൊക്കെ നാം സ്വയം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം, ദൈവത്തിന് 2 വിധത്തിലുള്ള സംരക്ഷണമുണ്ട്. ഒന്ന്, ഭക്തന്മാരെ അവൻ സംരക്ഷിക്കും. 2, നീതികെട്ടവരെയും സംരക്ഷിക്കും. എന്തിനു വേണ്ടി? ഭക്തന്റെ മുൻപിൽ നീതികെട്ടവൻ നീതികേടിനാൽ നടക്കുമ്പോൾ അവനോട് ദൈവം ചെയ്യുവാൻ പോകുന്ന പ്രതിക്രിയ ഭക്തൻ കൺകെ വെളിപ്പെടുത്തുവാൻ വേണ്ടി നീതികെട്ട് ജീവിക്കുന്നവരെയും കർത്താവ് സൂക്ഷിക്കുമെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. എന്തുകൊണ്ട് നീതികെട്ടവന് ആമേൻ നീതികേടിന്റെ ശിക്ഷ ലഭിക്കാതെ ആമേൻ ഹല്ലേലൂയ അവൻ തഴച്ചും പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഒക്കെ ഇരിക്കുന്നത് കാണുവാൻ കഴിയും? എന്തിനാണെന്ന് ചോദിച്ചാൽ, ഭക്തന്മാരെ കാക്കുന്ന ദൈവം അനീതി ചെയ്യുന്നവന്റെ മേൽ വർഷിപ്പിക്കുവാൻ പോകുന്ന ദൈവിക ന്യായവിധി നീതിയോടെ ജീവിക്കുന്നവന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ ആമേൻ ഹല്ലേലൂയ ദുഷ്ടന് മാനസാന്തരം വരുവാൻ ദൈവം കാത്തിരിക്കുന്നു. അവനൊരു സമയം വെച്ചിരിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ തള്ളിക്കളയുന്നവനല്ല ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം. ദുഷ്ടന്റെ മേലും നീതിമാന്റെ മേലും ഒരുപോലെ മഴയെ അയച്ച് ആമേൻ ഹല്ലേലൂയ അവരെ ബലപ്പെടുത്തുന്ന ദൈവം. ദുഷ്ടന് സമയം നീട്ടിക്കൊടുക്കും. എന്തിന്? എപ്പോഴെങ്കിലും മാനസാന്തരത്തിൽ ഒരു അവസരം ലഭിച്ചിട്ട് മടങ്ങി വന്ന് ദൈവത്തിന്റെ മഹാകൃപയെ തിരിച്ചറിയുവാൻ. ഇന്ന് പകൽക്കാലം ഇതെല്ലാം പറഞ്ഞു പോയിട്ട് ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ശക്തമായി ദൈവാത്മാവ് നമ്മെ ഇന്ന് പകൽക്കാലം ഉറപ്പിച്ചേ ഇവിടെ നിന്ന് വിടത്തുള്ളൂ. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒന്നാമത്തെ കാര്യം, അവൻ ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാൻ. ദൈവത്തിന്റെ ആദ്യത്തെ പദ്ധതി ഭക്തനെ ഉപദ്രവിക്കുന്ന, ഭക്തന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഭക്തന് ജീവിക്കുവാൻ അവസരം കൊടുക്കാത്ത ദുഷ്ടനെ പുഷ്ടിപ്പെടുത്തുന്നതല്ല ദൈവത്തിന്റെ ആദ്യത്തെ പദ്ധതി. ഭക്തനെ പരീക്ഷകളിൽ നിന്ന് വിടുവിക്കുവാൻ. പരീക്ഷകളിൽ വിടുവിക്കപ്പെട്ടില്ല എങ്കിൽ ഭക്തൻ തകർന്നു പോകുവാൻ സാധ്യതയുണ്ട്. ഭക്തൻ നോക്കുമ്പോൾ ഭക്തിയോടെ ജീവിച്ചിട്ടും അവന് ലോകത്തിൽ നീതിയുടെയും ന്യായത്തിന്റെയും വഴികളൊന്നും തുറന്നു കിട്ടാതെ ഇരിക്കുകയും അപ്പോൾ തന്നെ നീതികേട് ചെയ്യുന്നവൻ യാതൊരു വിധമായ പ്രതികൂലങ്ങൾ അനുഭവിക്കാതെ ഇങ്ങനെ തഴച്ചു പോകുന്നതും കാണുമ്പോൾ ഒരു പക്ഷേ
ഭക്തൻ വീണു പോകുവാനിടയുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ആദ്യത്തെ പദ്ധതി ഭക്തനെ പരീക്ഷകളിൽ നിന്ന് വിടുവിക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ ഭക്തിയോടെ ജീവിക്കുമ്പോൾ നമുക്ക് പലവിധമായ പ്രയാസങ്ങളും പലവിധമായ ഉപദ്രവങ്ങളും നാം പഠിച്ച, കേൾക്കുന്ന, അനുസരിക്കുവാൻ താല്പര്യപ്പെടുന്ന വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ വന്നു ഭവിക്കുമ്പോൾ നാം പതറിപ്പോകുവാനിടയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളുമൊക്കെ വ്യക്തമായി തിരിച്ചറിയണം, നമ്മുടെ ജീവിതം നീതി കെട്ടവരെ, വചനത്തിന്റെ ക്രമം അനുസരിക്കാത്തവരെ നോക്കി ജീവിക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഭക്തന്മാരെ പരീക്ഷകളിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനായ ഒരു ദൈവം തന്റെ സാന്നിധ്യം നമ്മുടെ പ്രാർത്ഥനകളുടെ സമീപത്ത് നിർത്തിക്കൊണ്ട് നമ്മെ വിടുവിച്ചെടുക്കുവാൻ ശക്തനായി കൂടെയുണ്ടെന്നുള്ള യഥാർത്ഥമായ തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൽ പറഞ്ഞുറപ്പിച്ച് നാം മുൻപോട്ട് പോകുന്നു എങ്കിൽ ദുഷ്ടൻ എങ്ങനെയും ജീവിക്കട്ടെ, നീതികെട്ടവൻ ഇനിയും നീതികെട്ട് ജീവിക്കട്ടെ, വചനം പറയുന്നു അഴുക്കാകുന്നവൻ ഈ അഴുക്കാകട്ടെ. നീ നീതിയോടെ ജീവിച്ചാൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി തരുന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ വെളിപ്പാട് പുസ്തകത്തിന്റെ ഫലങ്ങൾ പ്രാപിക്കണമെങ്കിൽ നീ പരീക്ഷയിൽ തകർന്നു പോകാതെ നിന്നെ സൂക്ഷിക്കേണ്ടുന്നത് അത്യാവശ്യമായ കാര്യമാണ്. അത് ചെയ്യുവാൻ ശക്തനായി ദൈവം നിന്നോട് കൂടെയുണ്ട്. ഒറ്റ കാര്യം മാത്രം, നീ ഭക്തിയോടെ പതറിപ്പോകാതെ ദൈവസന്നിധിയിൽ ജീവിക്കുക. ഞാൻ പലപ്പോഴും പറയാറുള്ളതുണ്ട്, ആമേൻ ഒന്നുകൂടെ ആവർത്തിക്കുക. ഒരു വാക്യം എടുത്തു പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ അത് അങ്ങനെ തന്നെ വചനത്തിൽ ഉണ്ടെങ്കിൽ നമുക്കത് വിശ്വസിക്കാം, നമുക്കത് ഉറപ്പിക്കാം. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ഭക്തന്മാരെ പരീക്ഷകളിൽ നിന്ന് വിടുവിക്കുന്നവനാണ് ഞാനും നിങ്ങളും ആമേൻ ഹല്ലേലൂയ ആരാധിക്കുന്ന ദൈവം. ഭക്തന്മാരുടെ ചരിത്രം അങ്ങോട്ട് പഠിച്ചു നോക്കിയാൽ ആമേൻ ഒന്നാമത് ഹല്ലേലൂയ അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് തുടങ്ങുന്നു. ആമേൻ ഹല്ലേലൂയ ഭക്തന്മാരെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. അബ്രഹാം ഭക്തിയോടെ ദൈവസന്നിധിയിൽ ജീവിച്ചു. പരീക്ഷകൾ ജീവിതത്തിന് നേരെ വന്നു. ആമേൻ ഹല്ലേലൂയ പലതും ആമേൻ വലിച്ചെറിയേണ്ടി വന്നു, പലതിന്റെയും മുൻപിൽ ആമേൻ തലകുനിക്കേണ്ടി വന്നു. എന്നാൽ ആ പരീക്ഷകളിൽ ഒന്നും അബ്രഹാം തോറ്റുപോകുവാൻ ദൈവം അനുവദിച്ചു കൊടുത്തില്ല. തോറ്റു പോകുന്നു എന്ന് തോന്നിപ്പിച്ച അവസാനത്തെ നിമിഷത്തിൽ ദൈവത്തിന്റെ കരം അബ്രഹാമിന് വേണ്ടി വെളിപ്പെടുത്തി ദൈവത്തെ ആമേൻ ഹല്ലേലൂയ പൂർണ്ണമായി പിൻപറ്റുവാനും പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും പൂർണ്ണമായി ആ ദൈവത്തെ വിട്ട് വേറെ ഒരിടത്തേക്കും പോകുവാൻ കഴിയാത്ത വിധത്തിൽ ആമേൻ ദൈവത്തെ പിൻപറ്റുവാൻ ആമേൻ ഹല്ലേലൂയ അബ്രഹാമിനെ ഇടയാക്കിയത് അബ്രഹാമിന്റെ പരീക്ഷകളിൽ തോറ്റുപോകാതെ വിട്ടുകൊടുത്ത ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഇന്ന് പകൽക്കാലം അബ്രഹാമിന്റെ ജീവിതം നമ്മോട് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. അതുപോലെ തന്നെ പല നന്മകളും പല നേട്ടങ്ങളും ഒക്കെ ആമേൻ മനോവ്യഥയോടുകൂടി ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നിട്ടും നാം തോറ്റുപോകുമെന്ന് നാം തന്നെ ഉറപ്പിച്ച സമയത്ത് നാം അറിയാതെ ഒരു വിളി, അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞാൽ നീ അടുത്ത എടുക്കാൻ പോകുന്ന ഡിസിഷൻ നിർത്തുക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം നീ കണ്ടുകൊള്ളുക. ഈ പരീക്ഷയിൽ നീ തോറ്റുപോയാൽ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് നീ എന്നെ അന്വേഷിച്ചിറങ്ങിയത് വ്യർത്ഥമായി പോയെന്ന് ലോകം വിളിച്ചു പറയും. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം കേട്ടോ, ദൈവശബ്ദം കേൾക്കുന്നത് അവസാനത്തെ മൂമെന്റിലായിരിക്കും, അവസാനത്തെ നിമിഷത്തിലായിരിക്കും. എന്തിനാണെന്നറിയാമോ? ആ നിമിഷം കൂടെ നിന്റെ മുമ്പിൽ നിന്ന് കടന്നുപോയാൽ നീ തോറ്റവനായി, പരാജയപ്പെട്ടവനായി, ആമേൻ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയാത്ത ഒരു ദൈവത്തെ ഏതോ പോസ്റ്റിന്റെ പേരിൽ തിരിച്ചറിഞ്ഞിറങ്ങിത്തിരിഞ്ഞുവെന്ന് ലോകം അപവാദം പറയുവാൻ ഇടയാകും. നിനക്ക് ലോകാപവാദം വരുത്തുവാൻ ആമേൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആമേൻ ഹല്ലേലൂയ അബ്രഹാം കേട്ടതുപോലെ ചില ദൈവശബ്ദങ്ങൾ നീ കേൾക്കും. എന്തിന്? ഹല്ലേലൂയ നിന്നെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ അവൻ ശക്തനാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അബ്രഹാമിന് കേട്ട പോലുള്ള ദൈവശബ്ദം നീ കേൾക്കുവാൻ ഇടയായിത്തീരും.
നാം വായിച്ച വാക്യം ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ. നമുക്കറിയാം ഇയ്യോബ് ഭക്തിയോടെ ദൈവസന്നിധിയിൽ ജീവിച്ചവനാ. ഇയ്യോബിന്റെ ഭക്തിയെ കുറിച്ച് പറയുമ്പോൾ ആമേൻ, തന്റെ മക്കൾ താൻ അനുവർത്തിച്ചു വരുന്ന ഭക്തിയിൽ നിന്ന് പിന്മാറി പോകുമോ എന്ന് ഭയപ്പെട്ട് അവരുടെ എണ്ണത്തിനൊത്തവണ്ണം തനിക്ക് ലഭിച്ച ദൈവിക വ്യവസ്ഥയ്ക്കനുസരിച്ച് അവരെ വിളിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും അവരോടൊപ്പം ദൈവത്തിന് ആരാധന കഴിക്കുകയും ചെയ്തു പോന്നിരുന്ന ഇയ്യോബ്, ഇയ്യോബിന്റെ ജീവിതത്തിൽ ആർക്കും നേരിടാത്ത പരീക്ഷ ഇയ്യോബിന്റെ ജീവിതത്തിൽ നേരിട്ടു. എല്ലാം ഒന്നൊന്നായി നഷ്ടപ്പെടുവാൻ തുടങ്ങിയപ്പോഴും ആമേൻ തന്റെ ഭക്തി വിട്ടുകളയാതെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന ഇയ്യോബ്. ഒരു നിമിഷം ഞാൻ ഈ ഭാഗമൊന്നും ആമേൻ സംസാരിക്കുവാൻ വന്നതല്ല. ദൈവാത്മാവ് പെട്ടെന്ന് ആമേൻ എന്റെ ഉള്ളത്തിൽ ആ ഒരു ഭാഗം ഓർമ്മിപ്പിച്ചത് കൊണ്ട് ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 1 അധ്യായം അതിന്റെ 16 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആകാശത്തു നിന്ന് വീണ് കത്തി, ആടുകളും വേലക്കാരും അതിന് ഇരയായി. ആമേൻ, സ്തോത്രം. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു ദൈവത്തിന്റെ തീ ആകാശത്തു നിന്ന് വീണ് കത്തി, ആടുകളും വേലക്കാരും അതിന് ഇരയായിപ്പോയി. ആമേൻ, ഭക്തിയോടെ ജീവിച്ച് ദൈവസന്നിധിയിൽ തന്റെ ആമേൻ തലമുറകളെ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടി ശുദ്ധീകരണം നടത്തി ദൈവത്തിന്റെ പ്രമാണങ്ങളെ അവരെ പഠിപ്പിച്ച് ആമേൻ ദൈവസന്നിധിയിൽ ആരാധന കഴിച്ചവന്റെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ ഒരു വേലക്കാരൻ ഓടി വന്ന് പറയുകയാണ്, നിന്റെ മക്കൾ ആമേൻ ഹല്ലേലൂയ ആയിരുന്ന ഇടത്ത് അവർക്ക് ഒരു അപകടം നേരിട്ടു. അടുത്ത വേറൊരുത്തൻ വന്ന് പറയുകയാണ്, ആമേൻ ഹല്ലേലൂയ, നിന്റെ വയലിൽ ദൈവം അനുഗ്രഹിച്ചിട്ട് നിനക്ക് തന്ന വയലിൽ ആകാശത്ത് നിന്ന് ഒരു തീ വീണിട്ട് സകലതും കത്തി, നിന്റെ വയലും നിന്റെ അധ്വാനവും നിന്റെ ആടുമാടുകളും മൃഗസമ്പത്തും എല്ലാം വീണ് കത്തിപ്പോയി. ആമേൻ ഹല്ലേലൂയ. അവിടെ ആമേൻ ഇയ്യോബ് ആമേൻ അതിലൊന്നിലും ദൈവസന്നിധിയിൽ ദൈവത്തോടൊരു പിറുപിറുപ്പ് കാണിക്കാതെ ദൈവത്തോട് മറുത്തൊന്നും പറയാതെ ആമേൻ ദൈവത്തിന് സകലതും മഹത്വം കൊടുത്തിട്ട് ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. നാം വായിച്ച വാക്യം ഇങ്ങനെയാണ്, ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. ആമേൻ ഹല്ലേലൂയ. ആ വാക്യം വായിച്ചപ്പോൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇയ്യോബിന്റെ ഭാര്യ പറയുന്നു, നീ വെറുതെയാണോ ആമേൻ നിന്റെ ഭക്തി മുറുകെ പിടിച്ച് ജീവിക്കുന്നത്? നീ നിന്റെ ഭക്തി അങ്ങ് ത്യജിച്ചു കള, എന്നിട്ട് ഹല്ലേലൂയ ദൈവത്തെയും ആമേൻ നീ ത്യജിച്ചു പറ. ആമേൻ ഹല്ലേലൂയ. ഇത്രയധികം ഭക്തിയോടെ ജീവിച്ചിട്ടും നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നിനക്കൊരു നന്മ ഉണ്ടായില്ലല്ലോ, ദൈവം നിന്നെ വിടുവിച്ചില്ലല്ലോ, നിന്റെ പരീക്ഷയിൽ ദൈവം നിന്നെ കേവലം സാധാരണ മനുഷ്യരെ പോലെ എറിഞ്ഞു കളഞ്ഞല്ലോ, നിനക്ക് വിടുതൽ ലഭിച്ചില്ലല്ലോ എന്ന്. എന്നാൽ ഞാൻ ആ ഭാഗമൊക്കെ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ ചിന്തയിലേക്ക് പുറപ്പാട് പുസ്തകം 6 അധ്യായം ആമേൻ ആ വാക്യം ഒന്ന് എടുത്ത് വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 22 അധ്യായം അതിന്റെ 6 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ, ആമേൻ. പ്രമാണം ദൈവജനത്തിന് പ്രമാണം എഴുതി കൊടുത്തപ്പോൾ അവിടെ ദൈവം ഒരു പ്രമാണം കൊടുത്തതാണ് നാം വായിച്ചത്. തീ കത്തിച്ചിട്ട് ഒരുത്തന്റെ കറ്റക്കൂട്ടമോ ആമേൻ എന്തെങ്കിലും നശിച്ചു പോയാൽ ആമേൻ കത്തിച്ചവൻ ഇരട്ടി പകരം കൊടുക്കണമെന്ന് ഇയ്യോബിന്റെ ജീവിതത്തിൽ അവന്റെ ആമേൻ ഹല്ലേലൂയ ദാസന്മാർ വന്നു പറയുന്നത്, ആകാശത്ത് നിന്ന് ആമേൻ ഒരു തീ വീണിട്ട് നിന്റെ കറ്റക്കൂട്ടങ്ങളും നിന്റെ മൃഗസമ്പത്തും
എല്ലാം നശിച്ചുപോയി എന്ന് ഇയ്യോബിന്റെ ജീവിതം അവസാനിക്കുമ്പോൾ 42-ാം അധ്യായത്തിൽ പറയുന്നു, ഇയ്യോബിനുണ്ടായിരുന്നതെല്ലാം ഇരട്ടിയായി ദൈവം അവന് പകരം കൊടുത്തു എന്ന്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, വായിച്ചു കേൾക്കപ്പെട്ട വാക്യത്തെ ആമേൻ അവിടെ കൊണ്ടുചെന്നൊന്ന് കണക്ട് ചെയ്തിട്ട് പറയട്ടെ, തന്റെ ഭക്തന്മാരെ പരീക്ഷയിൽ അകപ്പെടാതെ സൂക്ഷിക്കുന്ന ദൈവം, അവന്റെ തീ വീണിട്ട് ഇയ്യോബിന്റെ കറ്റയും ഇയ്യോബിന്റെ വയലും ഇയ്യോബിന്റെ മൃഗസമ്പത്തും നശിച്ചു പോയെങ്കിൽ, ഇയ്യോബിന്റെ ജീവിതത്തിൽ അവന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ജീവിച്ചപ്പോൾ ഭക്തന്മാരെ പരീക്ഷയിൽ വിട്ടുകൊടുക്കാത്ത ദൈവം അവന് നശിച്ചത് മുഴുവൻ ഇരട്ടിയായി അവന് തിരിച്ചു കൊടുത്ത് അവനെ മാനിച്ചെങ്കിൽ, തന്റെ ഭക്തന്മാരെ പരീക്ഷയിൽ അകപ്പെടാതെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ വിലയേറിയ പദ്ധതിയെ ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും തിരിച്ചറിയണം. പ്രമാണം കൊടുത്ത ദൈവം പറഞ്ഞത്, ഏതെങ്കിലും ഒരുത്തൻ തീ കത്തിച്ചിട്ട് ആമേൻ ആരുടെയെങ്കിലും എന്തെങ്കിലും നശിച്ചു പോയാൽ കത്തിച്ചവൻ ഇരട്ടി കൊടുക്കണമെന്ന്. കത്തിച്ചത് സ്വർഗത്തിൽ നിന്നുള്ള തീ ആയതുകൊണ്ട്, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനായതുകൊണ്ട്, ഊവെന്ന് പറഞ്ഞാൽ ഊവ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ളവനായതുകൊണ്ട്, അവന്റെ തീ വീണിട്ടാണ് ഇയ്യോബിൻ്റെത് നശിച്ചെങ്കിൽ, ഇയ്യോബിന്റെ ജീവിതം അവസാനിക്കുന്നതിന് മുൻപേ ഇരട്ടിയായി പകരം കൊടുത്ത് ഭക്തന്മാർ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുന്നവനാണെന്ന് തന്റെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചു കൊടുത്ത ആ നല്ല കർത്താവിനെയാ ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. വെറും വാക്ക് പറയുന്നവനല്ല നാം ആരാധിക്കുന്ന ദൈവം. തന്റെ ഭക്തന്മാരെ പരീക്ഷയിൽ അകപ്പെടാതെ വിടുവിക്കുമെന്ന് പറഞ്ഞാൽ വിടുവിച്ചിരിക്കും. ഉറപ്പാ, പൂർണ്ണതയുള്ളവനാ നാം ആരാധിക്കുന്ന ദൈവം. ഹല്ലേലൂയ. കെട്ടുകഥകളെ പറഞ്ഞ്, ഊഹാമോഹങ്ങളെ പറഞ്ഞ്, ജനത്തെ സ്വാധീനിച്ച്, മധുരവാക്ക് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ മടക്കി വിടുന്നവനല്ലെന്ന് പറഞ്ഞതിന്റെ സാരം. യോബിന്റെ ജീവിതം നമ്മോട് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. അവൻ നിമിത്തം എന്റെയും നിങ്ങളുടെയും ഭക്തിക്ക് കോട്ടം വരുന്ന എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ പരീക്ഷയിൽ നിന്ന് അവൻ നിങ്ങളെ വിടുവിച്ചിരിക്കും. പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. ഇന്ന് പകലിൽ മറന്നു പോകരുത്, ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചിട്ട് നേരിടുന്ന പരീക്ഷകളെല്ലാം നാം കൊള്ളാകുന്നവരായി, നല്ല ദൈവത്തിന്റെ പരീക്ഷ പാസ്സായി അവന്റെ മുൻപിൽ അവൻ തരുന്ന പ്രതിഫലം വാങ്ങുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരാണെന്ന് ദൈവസന്നിധിയിലും മനുഷ്യന്റെ മുൻപിലും തെളിയിക്കേണ്ടുന്നതിനാണ് അവൻ നമ്മെ അറിയാത്ത പരീക്ഷകളിലൂടെ കടത്തിവിടുന്നത്. ജീവിതത്തിൽ ഇന്ന് പകൽക്കാലവും ഇംഗ്ലീഷ് വർഷിപ്പ് കഴിഞ്ഞ് അജോ ബ്രദർ കടന്നു പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒറ്റ വാക്കിൽ ഒരു കാര്യം പറഞ്ഞു. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണെന്ന് വിശ്വസിക്കുവാനും പഠിക്കുവാനും ദൈവം എനിക്ക് കൃപ തന്നു. ജീവിതത്തിൽ നേരിടുന്ന ഏത് ദോഷകരമായ കാര്യത്തിന്റെ പുറകിലും ദൈവത്തിന്റെ ഉദ്ദേശങ്ങളുണ്ട്. മനുഷ്യൻ നമ്മെക്കുറിച്ച് ആകാത്ത വാക്കുകൾ പറഞ്ഞാൽ, മനുഷ്യൻ നമ്മെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചാൽ, മനുഷ്യൻ ഇല്ലാ കഥകൾ ഉണ്ടാക്കി പറഞ്ഞാൽ, ഇതെല്ലാം നന്മയ്ക്കായിട്ടാണ്, അതെല്ലാം നന്മയ്ക്കായിട്ടാണ്. ആമേൻ ഹല്ലേലൂയ. കഴിഞ്ഞ ആമേൻ ദിവസങ്ങളിൽ നാം ചിന്തിച്ചതാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിൽ ഭക്തിയോടെ ജീവിക്കുക, നാം ഭക്തരായി ജീവിക്കുക. ഭക്തന്റെ ആദ്യത്തെ അടയാളം ദൈവാത്മാവ് നമ്മോട് പറഞ്ഞു, മറ്റുള്ളവരുടെ നന്മകളിൽ സന്തോഷിക്കുവാൻ കഴിയുന്നവനാണ് ഭക്തൻ. ആമേൻ ഹല്ലേലൂയ. ഞാൻ ഇയ്യോബിന്റെ ജീവിതമൊക്കെ ചിന്തിക്കുമ്പോൾ എന്നെ വല്ലാതെ ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇയ്യോബിൻ്റെത്. യോബിനെ കൂടെ സഹകരിക്കുന്ന യോബിന്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാർ യോബിന് നേരിട്ട പ്രതിസന്ധി കണ്ടിട്ട് യോബിനെ ആശ്വസിപ്പിക്കുവാൻ വന്നിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്ന, അവനെ കണ്ടിട്ട് അവനെ തിരിച്ചറിഞ്ഞില്ല എന്ന്. യോബിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. അത്രമാത്രം നാം എപ്പോഴും സഹകരിക്കുന്ന ഒരാളെ ഒരിക്കൽ കണ്ടു, രണ്ടാമത്തെ ദിവസം കണ്ടാൽ നമുക്ക് മനസ്സിലാകത്തില്ലേ? നമുക്ക് മനസ്സിലാകും. എന്നാൽ യോബിന്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരായി വന്നവര്, അവർ യോബിനെ കണ്ടിട്ട്
അവനാണെന്ന് പോലും തിരിച്ചറിയാത്ത വിധത്തിൽ അവൻ മാറ്റപ്പെട്ടു പോയി. എന്നിട്ടും തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവം കൊടുത്ത പരീക്ഷയെ ജയിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നിന്നതുകൊണ്ട് തൻ്റെ ഭക്തന്മാരെ പരീക്ഷയിൽ കാക്കുവാൻ ദൈവം ശക്തനാണെന്ന് ഉറപ്പിച്ചു പറയുവാൻ ഇന്ന് പകലിലും യോബിന്റെ ജീവിതം നമ്മോട് വിളിച്ചു പറയുന്നു. പ്രിയമുള്ളവരെ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരീക്ഷ നിമിത്തം നമുക്ക് എന്ത് പ്രയാസം നേരിട്ടാലും ആ പ്രയാസത്തിന്റെ പുറകിൽ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് ആമേൻ ഇരട്ടി തന്ന് മാനിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. സന്തോഷത്തോടെ പരീക്ഷകളെ നേരിടുക, സന്തോഷത്തോടെ ആമേൻ കടത്തിവിടുന്ന പരീക്ഷകളെ നേരിടുക. ആമേൻ, പരീക്ഷയിൽ ഹല്ലേലൂയ തോറ്റുപോകുന്നവരല്ല, ഇരട്ടി പ്രതിഫലം മേടിച്ചിട്ട് ദൈവസന്നിധിയിൽ എന്റെ ദൈവം എന്നെ പരീക്ഷയിൽ കടത്തിവിട്ടത് ആമേൻ കാൺകെ, മറ്റുള്ളവർ കാൺകെ ഇരട്ടി പ്രതിഫലത്തിനും ഇരട്ടി മാനത്തിനും യോഗ്യരാക്കി തീർക്കുവാനാണെന്ന് ദൈവത്തിന്റെ സാക്ഷിയാക്കി തീർക്കുവാനാണ് ദൈവം നമ്മെ പരീക്ഷകളിലൂടെ കടത്തിവിടുന്നത്. നാം വായിച്ച വാക്യത്തിലേക്ക് വീണ്ടും വരട്ടെ. കർത്താവ് തന്റെ ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം വായിച്ചപ്പോൾ ആമേൻ ഒരു വ്യക്തി പെട്ടെന്ന് എന്റെ ചിന്തയിലേക്ക് കടന്നു വന്നു. ആമേൻ, ഹല്ലേലൂയ. നമുക്കറിയാം, കർത്താവിന് വേണ്ടി അവൻ ഒരു മടിയും കൂടാതെ തന്റെ ആയുസ് മുഴുവൻ അധ്വാനിച്ച പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഒരു വലിയ പരീക്ഷ നേരിട്ടു. ആ പരീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ, താൻ ആമേൻ വ്യവഹരിക്കപ്പെടുവാൻ കുറ്റാരോപിതനായി തന്നെ അടുത്ത ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ താൻ കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ആമേൻ. അവിടുത്തെ ബർബരന്മാർ ഞങ്ങളോട് അസാധാരണമായ ദയ കാണിച്ചു. ആമേൻ. അതെ, ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പൗലോസിനെയും കൂടെയുള്ളവരെയും വിചാരണ ചെയ്യുവാനായി കൊണ്ടുപോകുമ്പോൾ ആമേൻ അവരുടെ കപ്പൽ യാത്രയെക്കുറിച്ച് 27-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആ 27-ാം അധ്യായത്തിൽ കാറ്റ് വളരെ മന്ദമായി ഊതുക, എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്, അതുകൊണ്ട് യാത്ര ശുഭകരമായിരിക്കുമെന്ന് പറഞ്ഞ് യാത്ര പുറപ്പെട്ടു. എന്നാൽ യാത്രയുടെ മധ്യത്തെങ്കിൽ എത്തിയപ്പോൾ ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റ് കപ്പലിന് നേരെ ആഞ്ഞടിച്ചു. കപ്പലിന്റെ അണിയവും അമരവും എല്ലാം തകർന്ന് ആമേൻ കപ്പലിലുള്ളവരും നശിച്ചു പോകുന്ന ഒരു നിലവാരത്തിലേക്ക് വന്നപ്പോൾ തടവുകാർ ആമേൻ ഹല്ലേലൂയ രക്ഷപ്പെടാതിരിക്കുവാൻ ആമേൻ ഹല്ലേലൂയ ഇവരെ കാവൽ ചെയ്യുന്ന കാവൽ പ്രമാണി ആമേൻ ഇവരെയെല്ലാം വെട്ടിക്കളയുവാൻ തീരുമാനമെടുത്തപ്പോൾ പൗലോസ് അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, നീ ആർക്കും ഒരു ദോഷവും ചെയ്യരുത്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ഉടയവൻ എന്നോട് വന്ന് സംസാരിച്ചു. ഈ കപ്പൽ അപകടത്തിൽ പെടുന്നത് ഒരു നന്മയ്ക്കായിട്ടാണ്. നാം എല്ലാവരും രക്ഷപ്പെടും, ആർക്കും ഒരു ദോഷവും സംഭവിക്കത്തില്ല. എന്നാൽ നമ്മുടെ യാത്രയ്ക്ക് ചില അനിഷ്ടങ്ങൾ ഉണ്ടാകും. ആമേൻ, അത് അനുഗ്രഹത്തിനൊരു കാരണമായി തീരുമെന്ന്. അങ്ങനെ കപ്പൽ തകർന്നുപോയി. അവർ മെലിത്ത എന്ന് പറയുന്ന ദ്വീപിൽ പൗലോസും കൂടെയുള്ളവരെല്ലാം ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ എല്ലാവരും മെലിത്ത ദ്വീപിൽ എത്തിപ്പെടുവാൻ ഇടയായി തീർന്നു. മെലിത്ത ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം അഭയ സങ്കേതമെന്ന. ആ പേര് പോലെ തന്നെ അവിടെ ചെന്ന എല്ലാവർക്കും അഭയം ഉണ്ടാകുവാൻ അല്ലെങ്കിൽ ലഭിക്കുവാൻ കാരണമായി തീർന്നു. അങ്ങനെ തണുപ്പിന്റെ കാഠിന്യം കൊണ്ട് ഇവർ ഈ മെലിത്ത അല്ലെങ്കിൽ മാൾട്ട ദ്വീപിൽ എത്തിയിട്ട് അവിടെ ഒരു പദം എഴുതി വെച്ചിട്ടുണ്ട്, അവിടുത്തെ ബർബരന്മാർ. അപ്പൊ നമ്മൾ വിചാരിക്കും ഏതോ വിചിത്രമായ ആൾക്കാരാണെന്ന്. അല്ല, ബർബരൻ എന്ന വാക്കിന്റെ അർത്ഥം അവ്യക്തമായ ഭാഷ സംസാരിക്കുന്നവൻ എന്നാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം യഹൂദൻ അവന്റെ ഭാഷ കഴിഞ്ഞ് വേറെ ഏതു ഭാഷ സംസാരിക്കുന്നവരെയും പൊതുവിൽ വിളിക്കുന്ന പേരാണ്
ബർബറന്മാരെന്ന് എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാകാത്ത ഭാഷ സംസാരിക്കുന്നവർ, അത്രയുള്ളതിനർത്ഥം. അപ്പൊ നമുക്ക് പലപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കും ഇത് വേറെ എന്തോ വകുപ്പിപ്പെടുന്ന ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന്. അല്ല, ഇവന് മനസ്സിലാകാത്ത ഭാഷ പറയുന്നവർ. അങ്ങനെ ഇവർക്ക് മനസ്സിലാകാത്ത ഭാഷ പറയുന്നവർ ഇവർക്ക് വേണ്ടി ചില നന്മകൾ ചെയ്തു. ആ നന്മകൾ ചെയ്തത് ഇവർ തണുപ്പിൽ നിന്ന് കയറി വന്നവരായതുകൊണ്ട് വിറക് പെറുക്കി ഇവരുടെ തണുപ്പിനെ മാറ്റി ഇവരുടെ ശരീരത്തെ ചൂടുപിടിപ്പിക്കുവാൻ ആമേൻ ഹല്ലേലൂയ ഇവർക്ക് വേണ്ടി അവസരങ്ങൾ ഒരുക്കി. പൗലോസ് അതിൽ നിന്ന് മാറി നിൽക്കാതെ ഈ വിറകെടുത്ത് അവരെ സഹായിക്കുവാൻ നോക്കിയതാ. വിറകിന്റെ ഇടയിൽ നിന്ന് ഒരണലി പാഞ്ഞു വന്ന് പൗലോസിന്റെ കൈക്ക് കടിച്ചു പറ്റി. അപ്പോൾ അവ്യക്തമായ ഭാഷ സംസാരിക്കുന്നവർ ഒരു കാര്യം പറഞ്ഞത് പൗലോസിന് ആമേൻ മനസ്സിലായി. ഇവൻ കുലപാതകനാണ്, ഇവൻ ജീവിച്ചിരിക്കുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തവനാണ്, ഇവനിന്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിച്ചു. അതുകൊണ്ടാണ് ഈ വലിയ കടലിൽ നിന്നും കപ്പൽ ഛേദത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നിട്ടും നീതിയുടെ ദേവത ഇവനെ ജീവിക്കുവാൻ സമ്മതിക്കുന്നില്ല. ആമേൻ ഹല്ലേലൂയ. അവിടെ അവർ അല്പസമയം നോക്കി നിന്നപ്പോൾ പൗലോസ് ചത്തുവീർക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ ചത്തുവീർക്കാതെ ജീവനോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവൻ ഹല്ലേലൂയ നീ കുലപാതകനല്ല, അനീതി ചെയ്തവനല്ല, ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്, ഇവൻ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളവനാണെന്ന് തിരിച്ചറിയുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഇതിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രിയമുള്ളവരെ ഒരു ദൂത് വിളിച്ചു പറയട്ടെ. ആമേൻ ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന തകർച്ചകളും നമുക്ക് നേരിടുന്ന പ്രയാസങ്ങളും കണ്ടിട്ട് ചിലർ നമ്മളെക്കാൾ നീതിമാന്മാരും നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരുമാണെന്ന് പറഞ്ഞ് അവിടം കൊണ്ട് നമ്മുടെ ജീവിതം ഒറ്റയടിക്ക് ഇല്ലാതെയാക്കി പൊതുജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കി കളയുവാൻ വാക്കുകൾ കൊണ്ട് ആമേൻ ഹല്ലേലൂയ പദ്ധതികൾ ഒരുക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരമുള്ളതാണെങ്കിൽ വാക്കുകളെ പറഞ്ഞവന്റെ മുൻപിൽ ഇവൻ ഇപ്പൊ ചത്തുപോകും, അടുത്തത് ഇവന്റെ ഡെഡ് ബോഡിയാണ്, ഇവൻ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത് ഒരു ശവശരീരമായിട്ടാണ്. ഈ വാക്കുകളൊക്കെ പറയുന്നവരുടെ മുൻപിൽ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്, ജീവനുള്ള ദൈവത്തിന്റെ ദാസനാണെന്ന് പറയത്തക്ക നിലയിൽ അവൻ നേരിടുന്ന പരീക്ഷയിൽ തന്റെ ഭക്തന്മാരെ കാക്കുവാൻ ശക്തനാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം. മനുഷ്യന്റെ വാക്കുകൾക്ക് മുമ്പിൽ നിന്നെയോ എന്നെയൊക്കെ അമ്മാനമാടുവാൻ വിട്ടുകൊടുക്കുന്നവനല്ല നാം ആരാധിക്കുന്ന ദൈവമെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ഭക്തിയോടെ ജീവിച്ചാൽ നാം അറിയാത്ത ഒത്തിരി ഗുണങ്ങളുണ്ട് ജീവിതത്തിന്. ഹല്ലേലൂയ. ലോട്ടറി അടിക്കുന്നതോ വലിയ സമ്പാദ്യം ഉണ്ടാകുന്നതോ അല്ല ഭാഗ്യവും ഭക്തന്റെ ലക്ഷണവും. മനസ്സ് തകരുമ്പോ ഉണ്ടല്ലോ അറിയാതെ ഒരു കരം പൊങ്ങി വരും. തന്റെ ഭക്തനെ മറ്റുള്ളവരുടെ മുൻപിൽ പരീക്ഷിക്കുവാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് തെളിയിക്കുന്ന ആ ദൈവ സാന്നിധ്യം. പൗലോസ് കപ്പലിലുള്ളവരോട് പറഞ്ഞു, ഇതിന്റെ ഭാരം കുറയ്ക്കാൻ ഉള്ളതൊക്കെ കഴിച്ചിട്ട് ബാക്കിയൊക്കെ എറിഞ്ഞു കളഞ്ഞു, എല്ലാം എറിഞ്ഞു കളഞ്ഞു. ഞാൻ ആരാധിക്കുന്നവൻ, എന്നെ ആ വാക്കാ സ്പർശിച്ചത്. ഞാൻ സേവിക്കുന്ന ഉടയവൻ കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അടുത്ത് വന്നു. അവൻ എന്നോട് പറഞ്ഞു, ഒറ്റ ഒരെണ്ണത്തിന് ജീവഹാനി സംഭവിക്കത്തില്ല. ആമേൻ. ഉടയവൻ പറഞ്ഞിട്ട് മെലിത്തയിൽ എത്തിയവനെ നോക്കി ആമേൻ അവ്യക്തമായ ഭാഷ സംസാരിക്കുന്നവൻ നിന്റെ ജീവിതം കഴിഞ്ഞു, നിന്റെ കാര്യങ്ങൾക്ക് തീരുമാനമായി, നീ ഇനി രക്ഷപ്പെടത്തില്ല, നിന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ അവ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു വെച്ചവനെ കൊണ്ട് കപ്പലിൽ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി കൊടുത്ത് പൗലോസിനെയും കൂടെയുള്ളവരെയും യാത്ര കയറ്റി എന്ന് ആമേൻ വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മെലിത്തയിലെ ബർബരന്മാർ 3 മാസം പൗലോസും കൂടെയുള്ളവരും ആ ദ്വീപിൽ, അവിടെയുള്ള ദ്വീപ് പ്രമാണിയുടെ വീട്ടിൽ ആമേൻ അവരോട് ദൈവത്തിന്റെ വചനം പറഞ്ഞ് അവരെ ഉറപ്പിച്ചു. മടങ്ങിപ്പോയപ്പോൾ യോബിന്റെ കാര്യം പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത്. തീ കത്തിച്ചിട്ട് ഒരുവന്റെ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ കത്തിച്ചവൻ ഇരട്ടി പകരം കൊടുക്കണം.
കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സേവിച്ചു നിൽക്കുന്നവൻ എന്നോട് വന്ന് പറഞ്ഞു നമുക്ക് ആർക്കും അപകടം ഉണ്ടാകത്തില്ലെന്ന്. സേവിച്ചവൻ പറഞ്ഞ വാക്ക് പൗലോസ് പറഞ്ഞു, ആഹാര സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു, എന്നിട്ട് കപ്പലിന്റെ വെയിറ്റ് കുറയ്ക്ക്. പൗലോസ് നിമിത്തം കപ്പലിൽ ഉണ്ടായിരുന്ന ഭക്ഷ്യസാധനങ്ങൾ വരെ നഷ്ടമായി. മെലിത്തയിൽ നിന്ന് തിരികെ കയറിയത് അവർക്ക് വേണ്ടുവോളം ബർബരന്മാർ ചുമന്ന് കപ്പലിൽ കൊണ്ടു കൊടുത്തു. ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും പരീക്ഷയിൽ കൂടി കടത്തിവിടുമ്പോൾ ഹൃദയം വല്ലാതെ തകർന്നു പോകരുത് കേട്ടോ. അതിന്റെ അപ്പുറത്തൊരു കരുതലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നിന്നെ കുറിച്ച് നോക്കി ആമേൻ നിനക്ക് ഭവിക്കുവാൻ പോകുന്നത് ഇന്നതാണെന്ന് പറഞ്ഞവന്റെ മുൻപിൽ ആമേൻ അവന്റെ തലച്ചുമടെ ചുമന്നുകൊണ്ടുവന്ന് നിന്നെ യാത്രയാക്കുന്ന ആമേൻ ഒരു ദൈവ സാന്നിധ്യമുണ്ട് കേട്ടോ. ആ സാന്നിധ്യത്തിന്റെ പേര് ഭക്തന്മാരെ പരീക്ഷയിൽ ആമേൻ സൂക്ഷിക്കുന്ന സാന്നിധ്യമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ വചനം കൊണ്ട് ദൈവം ഉറപ്പിക്കുമെന്ന് പറഞ്ഞ ദൈവം എനിക്ക് തന്ന ശുശ്രൂഷ ഞാൻ തുടങ്ങി വെച്ചത് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്. പൗലോസിനോട് പറഞ്ഞതുപോലെ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സേവിച്ചു നിൽക്കുന്നവൻ എന്നോട് ഭോഷ്ക പറയുന്നവനല്ല, എന്നോടില്ലാത്തത് പറയുന്നവനല്ല. ഞാൻ സേവിച്ചു നിൽക്കുന്നത് ആരെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എന്റെ ബൈബിളിൽ ഒരു വാക്കിന്റെ അടിയിൽ ഞാൻ വല്ലാതെ അണ്ടർലൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്കാ, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ആരാധിക്കുന്നവനുണ്ടല്ലോ, നമ്മുടെ ഒന്നും ആഗ്രഹിച്ചിട്ട് നമ്മോട് നിൽക്കുന്നവനല്ല. തന്റെ ഭക്തന്മാരെ പരീക്ഷയിൽ അകപ്പെടാതെ സൂക്ഷിക്കുന്ന ആമേൻ അത്യന്തപരമായ ശക്തിയുള്ള ആ സാന്നിധ്യമാണ്. ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിഞ്ഞു കളയുവാൻ രാജകൽപ്പനയായി. ദാനിയേല് അശുദ്ധിയോടെ ജീവിച്ചിട്ടല്ല, ദൈവഹിതത്തിന് വിരുദ്ധമായി നിന്നിട്ടല്ല, വചനം അനുഷ്ഠിക്കാഞ്ഞിട്ടല്ല, വചനത്തെ നിഷേധിച്ചത് കൊണ്ടല്ല, വചനത്തെ അതേപോലെ അനുസരിച്ചിട്ട് ദൈവസന്നിധിയിൽ തന്നെ താൻ ആമേൻ കളങ്കം പറ്റാതെ സൂക്ഷിച്ചത് കൊണ്ട് ആമേൻ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കേണ്ട വിധത്തിൽ അതുവരെ തനിക്ക് ലഭിച്ച അതേ പ്രമാണത്തിനനുസരിച്ച് ജീവിച്ചിട്ടും കൽപ്പനയുണ്ടായി, സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇവനെ എറിഞ്ഞു കളക. കൽപ്പന അതുപോലെ തന്നെ നടന്നു. പരീക്ഷയുടെ ഒരു വലിയ ആഴത്തിലേക്ക് ദാനിയേൽ എറിയപ്പെട്ടു. എന്നാൽ നമുക്കറിയാം, പരീക്ഷയുടെ അടിത്തട്ടിലെത്തുന്നതിന് മുൻപ് ഒരു കരം ആമേൻ ദാനിയേലിനെ താങ്ങി നിർത്തി. ആ കരം പരീക്ഷ ദാനിയേലിനെ തൊടാതെ വണ്ണം അവനെ ആ രാത്രി മുഴുവൻ കാത്തു സൂക്ഷിച്ചു. കൽപ്പന പുറപ്പെടുവിച്ചവൻ പ്രഭാതത്തിൽ വന്നിട്ടൊരു ചോദ്യം, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ സേവിച്ചു നിൽക്കുന്ന ആമേൻ നിന്റെ ദൈവമായ ആമേൻ നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളുടെ വായിൽ നിന്ന് വിടുവിക്കുവാൻ പ്രാപ്തനായോ? എന്റെ ആമേൻ ചിന്ത, ഒരുവൻ ഉത്തരം പറയുമെന്ന് അറിവുള്ളത് കൊണ്ടല്ലേ നാം ഒരാളോട് ചോദ്യം ചോദിക്കുന്നത്? നാം ആരെങ്കിലും ശൂന്യതയെ നോക്കി ചോദ്യം ചോദിക്കുമോ? ഇല്ലായ്മകളെ നോക്കി ചോദിക്കുമോ? എന്നാൽ കൽപ്പന പുറപ്പെടുവിച്ചവന്റെ ഉള്ളിൽ രാത്രിയിൽ ഉറക്കം വരാതെ ഇരുന്നപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ഞാൻ തന്റെ ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ പ്രാപ്ത
ഭക്തനായ ദൈവത്തിന്റെ ദാസനെയാണ് ഞാൻ എടുത്തിട്ടത്, അതുകൊണ്ട് ആ ദൈവം ഭോഷ്കു പറയത്തില്ല എന്ന് പരീക്ഷിച്ചവന് ബോധ്യമാക്കുമാറ് ദൈവപ്രവൃത്തി നടന്നെങ്കിൽ ഇന്ന് പകലിൽ വിളിച്ചു പറയട്ടെ പ്രിയമുള്ളവരെ, ആമേൻ ഹല്ലേലൂയ, തന്റെ ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ അവൻ പ്രാപ്തനായി അന്നു മുതൽ ഇന്നത്തെ ദിവസം വരെ നമ്മോട് കൂടെയുണ്ട്. എന്നാൽ ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയുടെ അടിത്തട്ടിലെത്തിയിട്ടും പരീക്ഷ അവനെ തൊടുവാൻ ദൈവം അനുവദിച്ചില്ല. എന്നാൽ ഇട്ടവർ പരീക്ഷയുടെ വാതിൽക്ക് പോലും എത്തിയില്ല. അതിനു മുമ്പ് പരീക്ഷ അവരെ കീറിക്കളഞ്ഞു എന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. ഞാൻ വായിച്ച കുറിവാക്യത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വരട്ടെ. അതിന്റെ 1% പോലും ഇന്ന് പകൽക്കാലം എനിക്ക് ആമേൻ പറഞ്ഞു തീർക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, നാം വായിച്ച വാക്യത്തിൽ വീണ്ടും ആമേൻ ഇപ്രകാരം പറയുന്നു, തന്റെ ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിൽ ദണ്ഡനത്തിനായി കായ്പാനും അറിയുന്നുവല്ലോ. ദൈവം നമ്മെ പരീക്ഷകളിൽ നിന്ന് സൂക്ഷിക്കുന്നത് പോലെ നീതികെട്ടവരെയും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാ നിത്യദണ്ഡനത്തിനായി. അതുകൊണ്ട് നമ്മുടെ പരീക്ഷകൾക്ക് കാരണഭൂതരായവരെ ഓർത്ത് ഇന്ന് പകലിൽ നാം ഇനി വിഷമിക്കുകയോ വിഷാദപ്പെടുകയോ ചെയ്യരുതെന്ന് ആത്മാവിന്റെ ആലോചന വിളിച്ചു പറയുക. അവരെ വേറൊരു സെക്ഷന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവന് മടങ്ങി വരുവാൻ അവസരങ്ങളെ കൊടുത്തിട്ടും മടങ്ങി വരുവാൻ കഴിയാതെ ആമേൻ ദൈവത്തിന്റെ പദ്ധതികളെ മറന്നു കളഞ്ഞ് ദൈവവചനം പറയുന്നു നിത്യദണ്ഡനത്തിനായി ഏൽപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ ആ ഭാഗമൊക്കെ പറയുമ്പോൾ ആ ഭാഗത്തിൽ 9ഉം 10ഉമാണ് നാം വായിച്ചത്. അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു വ്യക്തി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 15ാമത്തെ വാക്യത്തിൽ, അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിന്റെ മകനായ ബിലിയാമിന്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു, എങ്കിലും തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാടക്കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. ഞാൻ ഈ ഭാഗമൊക്കെ പരിശുദ്ധാത്മാവ് തന്ന ആലോചനകൾ വ്യക്തമായി അതുപോലെ പറയാൻ പോയാൽ ഇനിയൊരു മണിക്കൂറിന്റെ അപ്പുറത്തേക്ക് പോകും. ഇന്ന് പകൽക്കാലം ദൈവം അനുവദിക്കുന്നു എങ്കിൽ ആമേൻ അടുത്ത ആമേൻ ഹല്ലേലൂയ ഒരു ദിവസം ഈ വിഷയത്തെക്കുറിച്ച് നാം സംസാരിച്ചത്, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ ഉറപ്പിച്ചത് തന്റെ ഭക്തന്മാരെ കാക്കുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് കേട്ട വചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏത് പരീക്ഷകൾ നേരിട്ടാലും എന്ത് പ്രയാസങ്ങൾ നേരിട്ടാലും ആമേൻ ആ പ്രതിസന്ധികളുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും പരീക്ഷ നമ്മളെ കീഴ്പ്പെടുത്താതെ നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് ഭക്തന്മാരുടെ ജീവിതത്തെ വെച്ചിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുവാൻ ഇടയായി തീർന്നു. ഇന്ന് കേട്ട ഈ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇത് മാറിപ്പോകരുത്. ഏത് പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടാലും ആമേൻ ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തിയ വചനത്തിന്റെ ആഴം വെച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, യോബിന്റെ ജീവിതത്തിൽ നേരിട്ട പരീക്ഷയിൽ, അബ്രഹാമിന്റെ ജീവിതത്തിൽ നേരിട്ട പരീക്ഷണത്തിൽ, ദാനിയേലിന്റെ ജീവിതത്തിൽ നേരിട്ട പരീക്ഷയിൽ, പൗലോസിന്റെ ജീവിതത്തിൽ നേരിട്ട പരീക്ഷയിൽ ഇവരെല്ലാം തോറ്റുപോകാതെ പ്രാപിച്ചവർ ജയിച്ചു എങ്കിൽ ഇന്ന് പകലിൽ ഞാനും നിങ്ങളും ഏത് പരീക്ഷകളുടെ മുമ്പിൽ കൂടി കടന്നുപോയാലും ദൈവം നമ്മെ അതിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ ശക്തനായി തീരും. നാം വായിച്ച വാക്യത്തിൽ നിന്ന് ഒരു വാക്കുകൂടെ ഒന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് സ്പർശിച്ചതായതുകൊണ്ട് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ബിലിയാമിനെ കുറിച്ച് പറഞ്ഞത്, നീതികെട്ടവരെയും വിശേഷാൽ മലിനമോഹം കൊണ്ട് തങ്ങളുടെ ജഡത്തെ
അനുസരിച്ച് നടക്കുകയും കർത്തൃത്വങ്ങളെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ ദണ്ഡനത്തിനായി ഏൽപ്പിച്ചിരിക്കുന്നു എന്ന്. ബിലെയാം അന്യായത്തിന്റെ കൂലി മോഹിച്ചിട്ട് ദൈവജനത്തിന് വിരുദ്ധമായി ആമേൻ പ്രവചിക്കുകയും ദൈവജനത്തെ എങ്ങനെ തോപ്പിക്കാമെന്ന് ശത്രുവിന്റെ മുൻപിൽ വെളിപ്പെടുത്തലുകൾ നടത്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവരെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇതൊന്നും കൊണ്ട് വിഷമിച്ചു പോകരുത്. അവർക്ക് ഒരു പേരിട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സ്വന്തം ഛർദിക്ക് തിരിയുന്ന നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ലുപോലെ അവർക്ക് ഭവിക്കും. ദൈവസന്നിധിയിൽ ഭക്തിയോടെ ജീവിച്ചാൽ ആമേൻ പരീക്ഷകളിൽ നിന്ന് വിടുവിക്കുവാൻ പ്രാപ്തനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കഴിയും. ഭക്തിയില്ലാതെ ആമേൻ തങ്ങളുടെ ജഡത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിച്ചാൽ ആമേൻ സ്വന്തം ഛർദിയിലേക്ക് തിരിയുന്ന നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ വീണ് ഉരുളുന്ന പന്നി എന്നുള്ള പേരിനും യോഗ്യരായി തീരുമെന്ന് ദൈവവചനം വിളിച്ചു പറയുന്നു. ഇന്ന് ഹല്ലേലൂയ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് താലന്തുകളെ കൊടുത്തിട്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, അല്പത്തിൽ വിശ്വസ്തനായിരിക്ക, അധികത്തിന് നീ വിചാരകനാകും എന്നുള്ള വിളി കേൾക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആകയാൽ കേൾക്കപ്പെട്ട വചനത്തിന്റെ കീഴിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ പരീക്ഷകളിൽ നമ്മെ വിടുവിപ്പാൻ ശക്തനായ ആ ദൈവ സാന്നിധ്യം ഇന്നു മുതൽ നമ്മുടെ കർത്താവിന്റെ വരവോളം, അല്ല ഭൂമിയിൽ ഏത് ദിവസം വരെ നാം ജീവനോടെ ഇരിക്കണമെന്ന് ദൈവത്തിന് ഹിതമുണ്ടോ ആ ദിവസം വരെ ദൈവം നമ്മെ ഈ വചനത്തിന്റെ ശക്തിയാൽ സൂക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചന നിമിത്തം ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.